ഈ PSCയുടെ സേവനങ്ങൾ എല്ലാ ആളുകളിലും എത്തിക്കുക എന്നുള്ള ഒരു സംവിധാനം കൊണ്ടുവരാൻ PSCയിൽ കഴിഞ്ഞു. അതിന് സാറിന് പ്രചോദനമായത് എന്താണ്? സാധാരണഗതിയിൽ പ്രചോദനം എന്ന് പറയുന്നത് ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നവരും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതും ഞാനും തമ്മിലുള്ള ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം നടപ്പിലാക്കാൻ കഴിയുമെന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ചുമതലകളൊക്കെ തന്നെ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ സമയത്തും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസത്തിനനുസൃതമായി അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുന്നതിനുള്ള യാത്രയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ യാത്ര അത്ര പ്രചോദനകരമാകുകയും അതിനനുസരിച്ചുള്ള PSCയിലേക്ക് മാറ്റങ്ങൾ നമ്മൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ നിയമനങ്ങളിൽ വലിയ ശതമാനം നിയമനം നടത്തുന്ന ഒറ്റ സംസ്ഥാന PSC ആയിട്ടുള്ള കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. കോടിക്കണക്കിന് അപേക്ഷകളാണ് 400ഓളം വരുന്ന 500ഓളം വരുന്ന നോട്ടിഫിക്കേഷനെതിരെ അപ്ലൈ ചെയ്യുന്നത്. ഇത് കേരള വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ, കേരള ഉദ്യോഗാർത്ഥി സമൂഹത്തിൻ്റെ വലിയൊരു അത്താണിയാണ്, ഒരു പ്രതീക്ഷയുടെ ഒരു തുരുത്താണ്. അവിടെ അവർ പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ ആ പ്രതീക്ഷയ്ക്ക് അനുസൃതമായി കാലാനുസൃതമായ മാറ്റങ്ങൾ, ഡിജിറ്റൽ മാറ്റങ്ങൾ, അതുപോലെ തന്നെ പരീക്ഷാ സംവിധാന മാറ്റങ്ങൾ, പുതിയ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോലെ സ്റ്റേറ്റ് സർവീസിൻ്റെ കേഡറിൻ്റെ രൂപീകരണം തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചോളം ഏറ്റെടുത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതാണ് PSC സംബന്ധിച്ചോളം ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ. PSCയിലെ അപേക്ഷകരെ സംബന്ധിച്ചോളം വളരെ ഹാൻഡ്ലി ആയി കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായ രൂപത്തിൽ PSCയുടെ സൈറ്റുകളൊക്കെ നമ്മൾ മാറ്റം വരുത്തി. പിന്നെ പരീക്ഷാ സംവിധാനങ്ങൾ നമ്മൾ അറിയാം, എല്ലാം വളരെ നല്ല രൂപത്തിൽ പരീക്ഷ നമ്മൾ നടത്തുകയും പരീക്ഷ കുറ്റമറ്റ രൂപത്തിൽ നടത്തുകയും ഏറ്റവും കൂടുതൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ഏറ്റവും കൂടുതൽ അപ്പോയിൻമെൻറ്റ് നടത്താൻ ചെയ്തു എന്നുള്ളതിൻ്റെ ഗുണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ് സർവീസിൻ്റെ, കേരള സ്റ്റേറ്റ് സർവീസ് എന്ന് പറയുമ്പോൾ IASൻ്റെ താഴെയുള്ള സ്റ്റേറ്റ് സർവീസാണ്. അത് കേരളത്തിൽ കുറേ കാലങ്ങളായി നമ്മൾ പദ്ധതികൾ അത് കണ്ടെത്തി അത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായ ശ്രമങ്ങൾ നടത്തി വരികയാണ്. അത് നടപ്പിലാക്കേണ്ടത് PSCയാണ്. അപ്പോൾ അതിൻ്റെ ചട്ടങ്ങൾ രൂപീകരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ IASൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന രൂപത്തിൽ കേരളത്തിലെ ഡിഗ്രി ഹോൾഡേഴ്സിന് മുഴുവൻ ആ ഒരു പരീക്ഷയിലേക്ക് ക്ഷണിക്കുകയും അതിനകത്ത് 2 ഘട്ടമായി പരീക്ഷ നടത്തി, പ്രിലിമിനറി പരീക്ഷ നടത്തി, അതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തി, ഫൈനൽ പരീക്ഷ നടത്തിയിട്ട് സ്റ്റേറ്റ് സിവിൽ സർവീസ് നമ്മൾ ഫോം ചെയ്യുക എൻ്റെ ചെയർമാൻഷിപ്പുള്ള കാലഘട്ടം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു. PSCയെ ഇന്ത്യയിലെ ഏറ്റവും മാതൃകാ സ്ഥാപനം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അപ്പോയിൻമെൻറ്റ് നടത്തിയ സ്ഥാപനം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാങ്ക് ലിസ്റ്റ് നടത്തിയ സ്ഥാപനം, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തുക വഴി ആ ഒരു 6 വർഷക്കാലം ഒരു ദിവസം പോലും മാറ്റിവെക്കാതെ കോവിഡ് കാലഘട്ടങ്ങളിൽ പോലും പരീക്ഷ നടത്തി PP കിറ്റുകൊണ്ട് PSC ചെയർമാൻ അംഗങ്ങളും ഇൻ്റർവ്യൂ നടത്തി. കാരണം ആ ഒരു കാലതാമസം പോലും നമ്മൾ റാങ്ക് ലിസ്റ്റിനകത്ത് വരാൻ പാടില്ല എന്നുകൊണ്ടാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തോടുകൂടി PSCയുടെ സ്ഥലങ്ങൾ കുറെ കിട്ടി, PSCക്ക് സ്വന്തം കെട്ടിടങ്ങളായി, വലിയ മാറ്റങ്ങൾ സംഭവിച്ചതോടുകൂടി കേരളത്തിലെ 14 ജില്ലാ PSC ഓഫീസുകളും അതുപോലെ തന്നെ സംസ്ഥാന PSC ഓഫീസും അതിൻ്റെ ഘടനാ മാറ്റങ്ങളും അതിൻ്റെ എല്ലാ പ്രവർത്തന ക്ഷമത എല്ലാം കൈവരിച്ച വർഷം തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുതന്നെയാണ് എന്നിൽ അർപ്പിതമായ ഒരു ചുമതല നടപ്പിലാക്കുമെന്നതിന് തെളിവ്. മറ്റു തെളിവുകൾ ഒരു അഴിമതിയോ ഒരു സ്വജനപക്ഷപാതമോ ഒന്നും PSCയിൽ നടന്നിട്ടില്ല. ഒരു കഥയും എന്നെ സംബന്ധിച്ചില്ല. എന്തൊക്കെ പ്രചരിപ്പിച്ചാൽ അതൊക്കെ കളവാണ് എന്ന് കൃത്യമായിട്ടുള്ളതാണ്. എന്തെങ്കിലും ഒരു ആരോപണമോ മറ്റോ ഒരു 10 രൂപയുടെ സ്റ്റാമ്പ് ഹാജരാക്കി കഴിഞ്ഞാൽ വിവരാവകാശ പ്രകാരം കിട്ടുമെങ്കിൽ അതല്ലേ പുറത്തെടുത്ത് കാണിക്കേണ്ടത്. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. അതൊന്നും ചെയ്യാതെ ഇരിക്കുന്നത് ഈ കള്ളക്കഥകൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സത്യം കണ്ടുപിടിക്കാൻ പോലും ശ്രമിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഒന്നുമില്ലാത്ത, ഒരു തെറ്റും ചെയ്യാത്ത, ഏറ്റവും ശരിയുടെ മാർഗത്തിലൂടെ മാത്രം യാത്ര ചെയ്തൊരു കാലഘട്ടം.